കേരളത്തിൻ്റെ കിഴക്കേ അതിരിൽ തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ടം ഒട്ടേറെ ദുരൂഹതകൾ ഒളിപ്പിക്കുന്ന ഒരു പ്രഹേളികയാണ്. തമിഴ്നാടിൻ്റെയും കൂടി അതിർത്തി പങ്കിടുന്ന ഈ സഹ്യപർവ്വതത്തിൻ്റെ ഉള്ളറകളിലെ വിചിത്രമായ കാഴ്ചകളെ തുറന്നു കാണിക്കുകയാണ് ഈ നോവൽ. മനുഷ്യ നയനങ്ങൾക്ക് ഗോചരമായത് മാത്രമാണ് വിശ്വസിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന മനുഷ്യൻ്റെ അന്ധവിശ്വാസത്തെ തച്ചു തകർത്തുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന പലതും സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ നോവലിൽ നിങ്ങൾക്ക് കാണാം. ഒരു ഡോക്ടറും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും ചേർന്ന് നടത്തിയ ഒരു വലിയ സാഹസിക യാത്രയുടെ കഥയാണിത്. ഒടുവിലവർ ചെന്നെത്തിയതോ നരഭോജികളുടെ താവളത്തിലും. കേരളത്തിൻ്റെ കിഴക്കേ അതിരിൽ തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ടം ഒട്ടേറെ ദുരൂഹതകൾ ഒളിപ്പിക്കുന്ന ഒരു പ്രഹേളികയാണ്. ഒരു ഡോക്ടറും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും ചേർന്ന് പശ്ചിമഘട്ടത്തിൻ്റെ കാണാക്കാഴ്ചകളിലേക്ക് നടത്തിയ ഒരു വലിയ സാഹസിക യാത്രയുടെ കഥയാണിത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വെൽ വിത്ത് മണിക്കുട്ടി. ഞാൻ നിങ്ങളുടെ മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് പുതിയൊരു നോവലുമായിട്ടാണ്. വിനോദ് നാരായണൻ രചിച്ച നരഭോജികളുടെ താഴ്വരയിലേക്ക് ഒരു സാഹസിക യാത്ര എന്ന നോവലുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി നോക്കേണ്ടതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നരഭോജികളുടെ താഴ്വരയിലേക്ക് ഒരു സാഹസിക യാത്ര തുടങ്ങിയാലോ? അതൊരു കുഞ്ഞു കുഗ്രാമമാണ്. രായിരപ്പൻ പറഞ്ഞത് അത് മുത്തൻപാറയാണെന്നാണ്. അയാൾക്ക് പല്ലില്ലാത്തത് കൊണ്ട് പറയുന്നത് വ്യക്തമായി തിരിയുന്നില്ല. കരിമ്പാറകൾ, ചെമ്മണ്ണ് വഴിത്താരകൾ, പിന്നെ പൊന്തക്കാടുകൾ. പൊന്തക്കാടുകൾ ഭൂരിഭാഗവും കലമ്പട്ടയും കോളാമ്പിയും പുല്ലാഞ്ഞിക്കാടുകളുമാണ്. രായിരപ്പൻ്റെ വീട് വനത്തിൻ്റെ അതിർത്തിയിലാണ്. അവിടെ അയാളുടെ വീട് ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഞങ്ങൾ, അതായത് ഞാനും ഡോക്ടർ ശ്രീനിവാസനും രായിരപ്പൻ്റെ പിന്നാലെ നടന്നു. ചെമ്മണ്ണ് വഴി വലിയ ദുർഘടമായിരുന്നു. കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, കൂർത്ത പാറകഷ്ണങ്ങൾ എല്ലാം കൊണ്ടും ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടി. രായിരപ്പൻ നിഷ്പ്രയാസം നടക്കുന്നത് കണ്ടു. വൃദ്ധൻ ഇടയ്ക്കിടെ മുറുക്കി തുപ്പുന്നുണ്ട്. കാടിൻ്റെ ഇരുട്ടും തണുപ്പും അടുത്ത് കണ്ടു. പൊക്കം കൂടിയ മരങ്ങൾ, പലതരം പക്ഷികളുടെ ഒച്ചകൾ, മൃഗങ്ങളുടെ മുരൾച്ചകൾ, കുറുക്കൻ, മാൻ, മ്ലാവ്, പിന്നെ കാട്ടാനക്കൂട്ടങ്ങൾ, ചിലപ്പോൾ പുലികൾ. ഇതെല്ലാം പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ കാണുന്നവയാണ്. പാത അവസാനിക്കുന്നിടത്ത് രായിരപ്പൻ്റെ കുടിൽ കണ്ടു. പനയോലമേഞ്ഞ കുടിൽ. കാട്ടുകല്ലുകൾ പാകി അതിരിട്ട ചെമ്മൺ മുറ്റമുണ്ട്. ചെത്തിയും ചെമ്പരത്തിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെമ്മണ്ണ് കുഴച്ചു തേച്ച ഭിത്തികളിൽ ചാണകം മെഴുകിയിരിക്കുന്നു. തറയും ചാണകം മെഴുകിയത് തന്നെ. രായിരപ്പൻ ഒരു തഴപ്പായ തിണ്ണയിൽ വിരിച്ചു. മുതലി കാടിൻ്റെ പുറത്തു വരാനെ കൊണ്ട് വൈകും. നീങ്ക ഇരുമ്പിന. ഇവിടെങ്ങും വേറെ വീടുകളില്ലല്ലോ, എന്താ ഇത്ര അകന്ന് താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഞങ്ങൾ തഴപ്പായയിലിരുന്നു. രായിരപ്പൻ വലതുവശത്തേക്ക് കൈ ചൂണ്ടി. ഇവിടെ 2 വലിയ വൃക്ഷങ്ങൾ, താഴെ വലിയ തറ, അതിൽ നിറയെ ശിലകൾ, മുഴുവൻ മഞ്ഞളും കുങ്കുമവും തൂകിയത്. അതൊന്ന് പാലയും ഒന്ന് ഇലഞ്ഞിയുമാണല്ലോ. ചുവമായിനി, അന്ത കീളൈ മേലെ കരിങ്കാളിയമ്മ, രുതിരമാടൻ തമ്പിരാൻ, കുട്ടിച്ചാത്തൻ, ദേവസി വിളക്ക് വെച്ച് അന്തിപൂജ. ഞങ്ങളവിടെ കാണാൻ എഴുന്നേറ്റപ്പോൾ രായിരപ്പൻ വിലക്കി. ഏയ് വേണ്ട. പടിഞ്ഞാറ് നിന്നുള്ള വെയിൽ പെട്ടെന്ന് മറഞ്ഞു. അതിവേഗം ഇരുട്ടും തണുപ്പും വന്നു. രായിരപ്പൻ വിളക്കും പൂക്കളും ഒരുക്കി വെച്ചു. രാത്രിയായപ്പോൾ മുതലി വന്നു. ഒരു സ്ത്രീയാണ്. കണ്ടാൽ പേടി തോന്നിക്കുന്ന രൂപം. തിക്കുമാലത്തീയ എന്തരീന. മുതലിയുടേത് കടുപ്പമുള്ള ഗോത്രഭാഷയാണ്. ഞങ്ങൾ രായിരപ്പനെ സഹായത്തിന് വിളിച്ചു. ഡോക്ടറുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മുതലി ശ്രീനിവാസനെ തുറിച്ചു നോക്കി. കാല് നിലത്താഞ്ഞ് ചവിട്ടിയപ്പോൾ കാൽത്തളകൾ ശബ്ദമുണ്ടാക്കി. മായാത്തി ഓമ്പുള്ള കരച്ചേനി. ഞങ്ങൾ രായിരപ്പനെ നോക്കി. രായിരപ്പൻ ശ്രീനിവാസനോട് ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞ് എവിടെയെന്ന്. ഡോക്ടർ നിശബ്ദനായി എന്നെ നോക്കി. ഡോക്ടറുടെ ചുണ്ട് വിറച്ചു. പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് മുതലിയുടെ കാൽക്കൽ വെച്ച് ഡോക്ടർ കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ദീപകിനെ കാണാതായിട്ട് 6 മാസമായിരിക്കുന്നു. എവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ.
അന്വേഷണം CBI ഏറ്റെടുത്തു. പക്ഷേ ഫലമൊന്നുമില്ല. 12 വയസ്സുള്ള ദീപക് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കെ കാണാതാകുകയായിരുന്നു. അന്വേഷണ ഏജൻസികൾ പരാജയപ്പെട്ടപ്പോൾ ഡോക്ടർ മന്ത്രവാദവും മഷിനോട്ടവും പയറ്റി നോക്കുകയാണ്. പരസ്യങ്ങളിലെ ജ്യോതിഷികളെയും പാരമ്പര്യ മനകളെയും സമീപിച്ചിട്ടൊന്നും രക്ഷയുണ്ടായില്ല. ഗോത്രവർഗ മന്ത്രവാദത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ച് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ എൻ്റെ സഹായം തേടുകയായിരുന്നു. ഏണാച്ചി മുരുകെ പനമ്പി പന്താള ഇന്ദക്കുടു ഇന്താറെ കുനാത. കുട്ടി ബന്ധനത്തിലാണ്, ഇങ്ങോട്ട് വരാൻ സാധിക്കില്ലെന്ന് രായിരപ്പൻ പരിഭാഷപ്പെടുത്തി. മുതലി പെട്ടെന്ന് തുള്ളലോടെ മലദേവത്തറയിലേക്ക് ഓടി. രായിരപ്പൻ അവരുടെ പിന്നാലെ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി. ഉന്താ ഉറുക്ക മലവനങ്ങൾ മായത്തിങ്കൾ. മുതലി അലറിയും തുള്ളിയും മലദൈവത്തറയ്ക്ക് ചുറ്റും നടന്നു. കുട്ടി ബന്ധനത്തിലാണെന്നും ജീവൻ അപകടത്തിലാണെന്നും തെക്കുകിഴക്കേ ദിക്കിലാണെന്നും കാടും മലയുമുണ്ടെന്നും മുതലി തുള്ളി പറഞ്ഞു. ഒടുവിൽ മലദൈവക്കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞ് മരപ്പാവ എടുത്ത് ഡോക്ടർക്ക് കൊടുത്തു മുതലി. എങ്കിനെ എങ്കട്ടേന്ന് വന്നനാൾ കാട്ടും വഴി ഇപ്പപ്പോ. മരപ്പാവ കാണിക്കുന്ന വഴിയെ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കൊള്ളാനാണ് മുതലിയുടെ നിർദ്ദേശം. ഡോക്ടർ മുതലിയെ വണങ്ങി മരപ്പാവയും കയ്യിൽ പിടിച്ച് പടിയിറങ്ങി. പിന്നാലെ ഞാനും. ഈ മരപ്പാവ എങ്ങനെ വഴി കാണിക്കുമെന്നാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. മരപ്പാവ എങ്ങനെ വഴി കാണിക്കും? പകരം ഒരു കാന്തസൂചി തന്നിരുന്നെങ്കിൽ ദിക്കെങ്കിലും അറിയാമായിരുന്നു. റിപ്പോർട്ടറിൻ്റെ പിന്നാലെ പോയി ഡോക്ടറുടെ രൂപ പോയതിന് ഞാനാണ് ശരിക്കും കാരണക്കാരൻ. ഞാൻ ചിന്തിച്ചു തീർന്നില്ല. ഡോക്ടർ തട്ടി വീണു. വഴിയിലെ ഉന്തി നിൽക്കുന്ന ഒരു പാറക്കല്ലിൽ കാൽ തട്ടിയതാണ്. നേരം ഇരുട്ടി. കയ്യിലൊരു വെട്ടവുമില്ല. നേരിയ നിലാവിൻ്റെ വെളിച്ചം മാത്രം. മുതലി ഈ രാത്രിയിൽ കുടിലിൽ നിന്ന് ഇറക്കി വിടുമെന്ന് കരുതിയില്ല. എന്തു ചെയ്യും? ഡോക്ടർ നിലത്തിരുന്ന് തപ്പുകയാണ്. എന്തുപറ്റി? ആ മരപ്പാവ തെറിച്ചു പോയല്ലോ. എൻ്റെ ക്ഷമ നശിച്ച് ദേഷ്യം വന്നെങ്കിലും ഞാൻ ഒന്നും പറയാതെ ഡോക്ടറുടെ കൂടെ മരപ്പാവ തപ്പാൻ തുടങ്ങി. അവിടെയെങ്ങും ഒരു മരപ്പാവയുമില്ല. ഞാൻ വഴിയിൽ ചുമ്മാ കുത്തിയിരുന്നു. ഡോക്ടറും. ആരും ഒന്നും മിണ്ടിയില്ല. ഏയ്, എന്താ വഴിക്കിരിക്കുന്നേ? മുന്നിൽ പൊട്ടി വീണ പോലെ ഒരു കറുത്ത മനുഷ്യൻ. ഞങ്ങൾ ഇരുവരും ചാടിപ്പിടഞ്ഞെണീറ്റു. ഞങ്ങളുടെ ഒരു സാധനം കളഞ്ഞുപോയി. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരയണ്ട, നിങ്ങൾ എൻ്റെ കൂടെ വാ. നിങ്ങളാരാ? മുതലി പറഞ്ഞയച്ചതാണ്. ഞങ്ങൾക്ക് പക്ഷേ വിശ്വാസം വന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരപ്പാവയെ വേണം. അത് രാവിലെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെ വരൂ. നിങ്ങൾക്ക് ഉണ്ണാനും ഉറങ്ങാനുമുള്ള ഇടം കാട്ടണമെന്നാണ് മുതലി പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി. കറുത്ത മനുഷ്യൻ്റെ പിന്നാലെ ഞങ്ങൾ നടന്നു തുടങ്ങി. നിലാവ് കൂടുതൽ വെട്ടം പരത്തി. അയാളുടെ പേർ ചാത്താടി എന്നാണത്രേ. ചാത്താടിയുടെ സംസാരം ശുദ്ധ മലയാളമാണ്. ഞങ്ങൾ തൃപ്പുണ്ണിത്തുറക്കാരുടെ ഭാഷ പോലെ ശുദ്ധം. ചാത്താടിക്ക് സംസാരിക്കാൻ പിശുക്കൊന്നുമില്ല. അധികം വൈകാതെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കുടിൽ കാണാറായി. ചാത്താടി കുടിലിൻ്റെ മുറ്റത്ത് കടന്ന് ഒരു അലുമിനിയ കൂടത്തിൽ ഞങ്ങൾക്ക് വെള്ളം തന്നു. കൈയും മുഖവും കാലും കഴുകാൻ നല്ല തണുത്ത വെള്ളം. അതിൽ സുന്ദരമായി മുഖം കഴുകി. അകത്ത് 2 മണ്ണെണ്ണ വിളക്കുകൾ കത്തി നിന്നു, നല്ല പ്രകാശത്തോടെ. ഒരു പനമ്പ് നീളത്തിൽ വിരിച്ചിട്ടുണ്ട്. ചാത്താടി അതിൽ ഞങ്ങളെ ഇരുത്തി. ഞങ്ങൾക്ക് മുന്നിൽ നല്ല 2 തൂഷനിലയിട്ടു. സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളവും വന്നു. ഇലയിൽ കുത്തരിച്ചോറും ഒരു തരം കിഴങ്ങുകറിയും ഉണക്കമീൻ വറുത്തതും നാരങ്ങ കൊണ്ടുള്ള അച്ചാറും വിളമ്പി ചാത്താടി മാറിയിരുന്നു. ഞങ്ങൾ സുഭിക്ഷമായി ഉണ്ടു. അതുപോലൊരു ഊണ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. ആഹാരം കഴിഞ്ഞ് മറ്റൊരു മുറിയിൽ ഈറ്റ കൊണ്ടുണ്ടാക്കിയ തട്ടിൽ ചാത്താടി ഞങ്ങൾക്ക് തഴപ്പായ വിരിച്ചു തന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ മരപ്പാവയുടെ കാര്യം ചാത്താടിയെ ഓർമ്മിപ്പിച്ചു. ചാത്താടി വെളുക്കെ ചിരിച്ചു. അത് രാവിലെ കിട്ടും, ഞാൻ എടുത്തു വെച്ചേക്കാം. പാവ കിട്ടിയാൽ പിന്നെ നിൽക്കരുത്, യാത്രയാവണം. വഴി മുത്തൻപാറ ഗ്രാമത്തിൻ്റെ തെക്കേ അതിരിൽ ചെന്ന് മുട്ടും. പിന്നെ വനമാണെന്നതാണ് ഒന്നാമത്തെ അടയാളം. കൊച്ചുടി താൻ കുടിയിരിക്കുന്ന ആലാണ്. ആള് കാണുമ്പോൾ അടുത്ത വഴി പാവ പറഞ്ഞു തരും. ഉവ്വ് പാവ ഉലക്ക പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു. ചാത്താടി വെളുക്കെ ചിരിച്ച് വാതിൽ ചാരി പുറത്തു കടന്നു. ഞങ്ങൾ ഈറ്റത്തട്ടിയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എൻ്റെ പായയിൽ ഒരു ഉലക്ക. ഉലക്കയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണോ ഞാൻ കിടന്നത്? ഡോക്ടർക്ക് ചിരി വന്നു. ചാത്താടിയുടെ പണിയാണ്.
അപ്പോഴാണ് ഡോക്ടറുടെ ബാഗിന് മുകളിൽ മരപ്പാവ ഇരിക്കുന്നത് കണ്ടത്. ദേ മുതലിയുടെ മരപ്പാവ, ദൈവമേ! ഡോക്ടർ ചാടി മരപ്പാവ കയ്യിലെടുത്തു. ചാത്താടി പറഞ്ഞതുപോലെ ചെയ്തു. മരപ്പാവ കിട്ടിയിരിക്കുന്നു. ചാത്താടിയെ അവിടെയെങ്ങും കണ്ടില്ല. അവിടെയെങ്ങും ചാത്താടി എന്നല്ല ഒരു മനുഷ്യജീവി ഉള്ളതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. രാത്രിയിൽ കണ്ട വൃത്തിയും വെടുപ്പുമൊന്നും കുടിലിനില്ല. ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന ആ കുടിലിൽ പാത്രങ്ങളുമില്ല, വെള്ളവുമില്ല, ഒരു കണ്ണൻ ചിരട്ട പോലുമില്ല. ചുറ്റും നോക്കിയപ്പോൾ ആകെ ഒരു പന്തികേട് തോന്നി. കാട് പിടിച്ചു കിടക്കുന്ന മുറ്റം. ഡോക്ടറെ, ഇനിയിവിടെ അധികം നിൽക്കണ്ട, നമുക്ക് സ്ഥലം വിടാം. മരപ്പാവ കിട്ടിയാൽ വേഗം സ്ഥലം വിടണമെന്നല്ലേ ചാത്താടി പറഞ്ഞത്. ഡോക്ടർ വേഗം ബാഗെടുത്ത് മരപ്പാവ കയ്യിൽ പിടിച്ചു. ഞങ്ങൾ മുത്തൻപാറയുടെ തെക്കേയറ്റം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. മുത്തൻപാറ എന്ന കുഗ്രാമത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നെത്താൻ സത്യത്തിൽ ഒരു ദിവസമൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഒരു പകൽ മുഴുവൻ വേണ്ടി വന്നു. കാരണം ഞങ്ങൾ എരുവേൻ്റെ ചായക്കുടിയിൽ കയറി. രാവിലെ ചാത്താടിയുടെ കുടിലിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ കൂർമ്പൻ കല്ലുകൾ നിറഞ്ഞ ചെമ്മൺപാത താണ്ടി കഷ്ടപ്പെട്ടു പോയി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പല്ലു തേച്ചിട്ടില്ല. വഴിയിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അങ്ങോർ ഒരു തോടിനെപ്പറ്റി പറഞ്ഞു തന്നു. പൂപ്പരത്തിത്തോട്. വഴിയിൽ നിന്നും താഴേക്ക് കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഒരു കൈവഴി. പാറക്കെട്ടുകളിൽ തല തല്ലി ആർത്തു ചിരിച്ച് ഒഴുകുന്നത് പോലെയായിരുന്നു പൂപ്പരത്തിത്തോട്. ഒരു കാട്ടരുവി. കണ്ണീർ പോലത്തെ വെള്ളം. പേരറിയാത്ത കുറേയധികം മരങ്ങൾ ഇടതൂർന്ന് അവിടെ നിന്നിരുന്നു. അത് കാടിൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി. തിങ്ങിക്കൂടി നിന്നിരുന്ന മരങ്ങൾക്കിടയിൽ ഒരു നിഴൽ ഞാൻ കണ്ടിരുന്നു. ആരോ അവിടെ പതുങ്ങിയിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ. പൂപ്പരത്തിത്തോട്ടിലെ കുളി കഴിഞ്ഞ് ഞങ്ങൾ വഴിയിൽ കയറി. ജനവാസമുള്ള പ്രദേശത്തെത്തിയപ്പോൾ എവിടെയെങ്കിലും ഒരു ചായപ്പീടിക ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ചെറിയ ഒരു നടുകവലയുടെ വികാസം പോലുമില്ല അവിടെ. ഗോത്രവർഗക്കാരുടെ പ്രദേശമാണ്. വല്ലപ്പോഴും അവിടേക്കെത്തുന്ന ജീപ്പുകളാണ് പുറം ലോകത്തെ ബന്ധിക്കുന്നത്. ശരിക്കും മുത്തൻപാറ നിബിഡവനത്തിൻ്റെ നടുവിൽ വട്ടത്തിൽ ചെത്തിയെടുത്തതുപോലിരിക്കും. കുറച്ച് നെൽവയലുകൾ, മരിച്ചീനിത്തോട്ടങ്ങൾ, അല്പം പച്ചക്കറികൾ, പിന്നെ പശുക്കളും നായ്ക്കളുമുണ്ട്. ബാക്കിയുള്ള ജീവിതാവശ്യങ്ങൾ മുഴുവൻ കാട്ടിൽ നിന്നും നടക്കും. കരിങ്കിഴങ്ങും നുറക്കിഴങ്ങും ഞാറക്കിഴങ്ങും മുക്കിഴങ്ങും പാറക്കിഴങ്ങും കാട്ടിൽ നിന്ന് ലഭിക്കും. പരണ്ടയുടെയും ചളങ്ങയുടെയും പരിപ്പെടുക്കും. കൂണും തേനും, ഈനാമ്പേച്ചിയും ആമയും പന്നിയും കാട്ടുകോഴിയും, എന്തിന് കുറുക്കനെ വരെ അവിടുത്തുകാർ കഴിക്കും. ഇതെല്ലാം എരുവേൻ്റെ ചായക്കുടിയിൽ നിന്നും കിട്ടിയ അറിവാണ്. വില കൊടുത്താൽ ആഹാരം കിട്ടുന്ന അവിടുത്തെ ഒരേ ഒരിടമാണ് എരുവേൻ്റെ ചായക്കുടി. ഞങ്ങൾക്ക് വാഴയിലയിൽ കപ്പ പുഴുങ്ങിയതും കൂണുകറിയും കിട്ടി. ആമയിറച്ചിയും കൂരമാൻ കറിയും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് വാങ്ങിയില്ല. അവിടുത്തുകാർ രുചിയോടെ ആമയിറച്ചിയും ഒരു തരം കിഴങ്ങ് വേവിച്ചതും കഴിക്കുന്നുണ്ട്. എരുവേൻ വലിയ വർത്തമാനക്കാരനാണ്. അയാൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന വിശിഷ്ട വിഭവങ്ങളെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞു. ഞാനൊരു പത്രക്കാരനാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. കരിമന്തി, പറവ, കീരി, മലയണ്ണാൻ എന്നിവയുടെ ഇറച്ചി നന്നായി പാകം ചെയ്യാൻ എരുവേന് അറിയാമത്രേ. അതുപോലെ ഈനാമ്പേച്ചി എന്ന് പറയുന്ന അളുങ്കിനെയും നന്നായി കറിവെക്കും. മുള്ളൻ പന്നിയുടെ ഇറച്ചിക്ക് കയ്പാണത്രേ. കയ്പില്ലാതെ മുള്ളൻ പന്നിയെ കറിവെക്കുന്ന സൂത്രം എരുവേനറിയാം. എരുവേൻ്റെ വിശിഷ്ട ഭോജ്യം ഇതൊന്നുമല്ല, കടന്നലാണ്. വാഴൻ കടന്തൽ, പീച്ച് കടന്നൽ, പിലിമോരൻ, തേങ്ങാമുറിയൻ, ഇങ്ങനെ വിവിധ തരം കടന്നലുകളെ കൂടോടെ കൊണ്ടുവന്ന് തിളച്ച വെള്ളത്തിൽ മുക്കി ഉപ്പ് ചേർത്ത് വേവിച്ച് തിന്നും. പിന്നെ ഈയലിനെയും തിന്നും. പുതുമഴയ്ക്ക് ഈയലുകൾ പുറത്ത് വരുമ്പോൾ അവയെ പിടിച്ച് മൺകലത്തിലിട്ട് ചൂടാക്കി ചിറകു കളഞ്ഞ് പിന്നെ ഉപ്പുവെള്ളം തളിച്ച് വറുത്തെടുക്കുന്നു. വലിയ വിശേഷ വിഭവമാണത്രേ. ഈയലുകളെ പിടിക്കാൻ ഒരു പാട്ട് പാടണം. ആ പാട്ട് എരുവേൻ ഞങ്ങൾക്ക് പാടിത്തന്നു. ചുട്ടിക്കണ്ണൻ പെണ്ണും കെട്ടി കട്ടുല് കയറി കാടു കയറി പോയടോ, നിങ്ങളെ ഉള്ളടോ ബാക്കി, പെണ്ണു കെട്ടിയ ചുട്ടിക്കണ്ണ മുറിമോന്ത, പെണ്ണിനെയും കൂട്ടി അറയും പൂട്ടി വീടും വിട്ട് കൂടും വിട്ട് പുറത്തു വാടാ. ഈ പാട്ടുപാടി അരി വറുത്ത് പൊടിച്ച് തൂകിയാൽ ഈയലുകൾ കൂട്ടമായി വന്ന് കൂവയില കൊണ്ടുള്ള കുട്ടയിൽ കയറും. എന്തായാലും ഞങ്ങൾക്ക് ലഭിച്ച കപ്പ പുഴുങ്ങിയതും കൂണുകറിയും നന്നായിരുന്നു.
എരുവിയൻ്റെ ചായക്കുടിയിൽ വന്നവർ ഞങ്ങളെ കൗതുകത്തോടെ നോക്കി. അതിനിടയിൽ എപ്പോഴോ മേലാസകലം മൂടിപ്പൊതിച്ച ഒരു മനുഷ്യനും കുടിയുടെ മൂലയിൽ വന്നിരുന്നു. മുഖമൊന്നും കാണാൻ വയ്യ. അയാൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ വാങ്ങി കുടിച്ചു. എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആ മനുഷ്യൻ ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, അസഹ്യമായ രീതിയിൽ. ഒരു കള്ളലക്ഷണം അയാൾക്ക് തീർച്ചയായും ഉണ്ടെന്ന് ഡോക്ടറും എന്നോട് ചെവിയിൽ പറഞ്ഞു. ഞങ്ങൾ എരുവിയന് പണം കൊടുത്തു. അപ്പോൾ എരുവിയൻ്റെ സ്നേഹം കൂടി. ഞങ്ങൾ മുത്തൻപാറ കാണാൻ വന്ന ടൂറിസ്റ്റുകളാണെന്നും ധരിച്ച് എരുവിയൻ ഞങ്ങൾക്ക് ഒരു ഗൈഡാവാൻ തയ്യാറായി. അവരുടെ കൊടുതികളും ചാറ്റുപാട്ടുകളും ഞങ്ങളെ കാണിക്കാമെന്ന് എരുവിയൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു കൊടുതിയുമില്ല, ചാറ്റുപാട്ടുമില്ല. എങ്കിൽ ഭൂതത്താൻ കിണർ കാണിക്കാമെന്നായി എരുവിയൻ. ഞങ്ങൾക്ക് ഒരു ഗൈഡിൻ്റെ ആവശ്യമില്ല, ഗൈഡായി ഒരു മരപ്പാവ കയ്യിലുണ്ട്, അത് മതി. എങ്കിലും എരുവിയൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഭൂതത്താൻ കിണർ കാണാൻ തീരുമാനിച്ചു. അതാകട്ടെ വലിയ കെണിയുമായി. എരുവിയൻ കടസഹായിയെ ഏൽപ്പിച്ച് ഞങ്ങളോടൊപ്പം വന്നു. അതാ ആ കാണുന്നതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ നടത്തം കുറെ അധികമായി. ദുർഘടമായ കുറ്റിക്കാടുകളും പാറക്കെട്ടുകളും വലിയ വലിയ മരങ്ങളും താണ്ടി കുറെ നടന്നു. വഴിയരികിൽ ഇടയ്ക്കിടെ വീടുകളുണ്ടായിരുന്നു, എല്ലാം ഓലമേഞ്ഞ കുടിലുകൾ. ഭൂതത്താൻ കിണർ കാണാൻ 2 കുട്ടികളും ഞങ്ങളുടെ പിന്നാലെ കൂടി. വഴി കൂടുതലും ഇറക്കമായിരുന്നു. ഞാൻ ഇടയ്ക്കിടെ തിരിഞ്ഞ് മുകളിലേക്ക് നോക്കിയപ്പോൾ മിന്നായം പോലെ ആ നിഴൽ കണ്ടു. വേഗം അത് മരങ്ങൾക്ക് പിറകിൽ ഒളിക്കുകയും ചെയ്തു. ഒടുവിൽ ഭൂതത്താൻ കിണർ കണ്ടു. കാടിൻ്റെ ഇരുട്ടും തണുപ്പുമുള്ള ഒരിടം. ഇഷ്ടം പോലെ വള്ളിപ്പടർപ്പുകളും പാലമരങ്ങളുമുണ്ട്. കിണർ ചതുരത്തിലാണ്. വെട്ടുകല്ല് ചെത്തിയിറക്കി പണിതെടുത്തതാണ്. പ്രയാസപ്പെട്ടാൽ പടവുകളിലൂടെ താഴേക്കിറങ്ങാം. ആഴമുണ്ട്, നല്ല വെള്ളവുമുണ്ട്. പാല പൂക്കുന്ന സമയമാണോ എന്നറിയില്ല, പക്ഷേ പാല നന്നായി പൂത്തിട്ടുണ്ട്. പാലപ്പൂക്കൾ ധാരാളമായി താഴെ കൊഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. പ്രദേശത്തെങ്ങും നല്ല സുഗന്ധവുമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു ഭൂതത്താൻ കിണറിൻ്റെ വിശേഷം. അതിലൊരു വലിയ നിധി കിടക്കുന്നുണ്ട്. ആ നിധി നമുക്ക് കാണാം. ഞങ്ങൾ ആ നിധി കണ്ടു. കണ്ണ് തള്ളിപ്പോയി. കിണറിൻ്റെ ഒത്ത നടുക്ക് ജലത്തിനടിയിൽ ഒരു സ്വർണ്ണ വാർപ്പിരിക്കുന്നു. സദ്യയ്ക്ക് പായസമുണ്ടാക്കുന്ന വാർപ്പ് പോലെ ആണെങ്കിലും ഇതിന് അടപ്പുണ്ട്. മുഴുവൻ സ്വർണം. വെയിലടിക്കുമ്പോൾ കിണറിനകം മുഴുവൻ സ്വർണ്ണപ്രഭയാണ്. ഞാൻ എരുവിയന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. എരുവിയന് സന്തോഷമായി. ഞങ്ങൾ കണ്ണിറയെ നിധി കണ്ടു. ഈ നിധി എന്ത് എടുക്കാത്തെ? ഞങ്ങളുടെ നിഷ്കളങ്കമായ ചോദ്യം. ഹോ, അതെടുക്കാനെ കൊണ്ട് പറ്റൂല, അതിപ്പയമാണ്. വല്ല കൊള്ളക്കാരും അറിഞ്ഞാൽ അവരെടുത്തു കൊണ്ടുപോവും. അമ്പടാ, അതെടുക്കാനെ കൊണ്ട് പറ്റൂലാന്ന്. എരുവിയൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. ഒരു നിധി ദാ എടുത്തു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നു. എടുക്കാൻ പടവുകളുമുണ്ട്. പിന്നെന്തേ എടുത്താൽ? വല്ല ദേവതകളുടെയും ദിവ്യശക്തി പേടിച്ചിട്ടാണോ? എങ്കിൽ അതൊന്ന് കാണണം. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. ഞങ്ങൾ 5 പേരുണ്ടല്ലോ. ഞാൻ എൻ്റെ ബാഗ് ഡോക്ടറെ ഏൽപ്പിച്ച് പടവുകൾ ഇറങ്ങാൻ തുടങ്ങി. സൂക്ഷിക്കണമെന്ന് എരുവിയൻ മുന്നറിയിപ്പ് നൽകി. വെട്ടുകല്ല് പടവുകളിൽ വഴുക്കലുണ്ടായിരുന്നു. ഞാൻ കിണർ ഭിത്തിയിലെ വേരുകളെയും ചെടികളെയും ആശ്രയിച്ച് മെല്ലെ പടവുകളിറങ്ങി. നല്ല തണുപ്പ്. ഉച്ഛ്വാസ ശബ്ദത്തിന് പോലും മുഴക്കം. താഴെ പടവിന് നല്ല വീതിയുണ്ട്. എങ്ങും പിടിക്കാതെ നിൽക്കാം. ഞാൻ ആർത്തിയോടെ ആ നിധി അടുത്തു കാണാനായി വെള്ളത്തിലേക്ക് നോക്കി. അവിടെ നിധിയുമില്ല, ഒന്നുമില്ല, വെള്ളം മാത്രം. വെള്ളത്തിൻ്റെ അടിത്തട്ട് കാണാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും വെള്ളം. മുകളിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും പേടിയായി. ഒരു കുഞ്ഞു ചതുരത്തിൽ ആകാശവും 4 തലകളും. ഇത്രയേറെ ആഴമോ കിണറിന്? ഞാൻ പരിഭ്രമത്തോടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഡോക്ടറും എരുവിയനും എന്തൊക്കെയോ വിളിച്ചു ചോദിക്കുന്നതൊക്കെ കിണറിനകത്ത് പ്രതിധ്വനിക്കുന്നുണ്ട്. അതൊന്നും കേൾക്കാനുള്ള മനസ്സ് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിപ്പോയതുപോലെ ആയിരുന്നില്ല കയറാൻ. ശരിക്കും വിഷമിച്ചു. കിണറിന് മുകളിലെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എരുവിയനും പിള്ളോരും പല്ലൊളിച്ചു കൊണ്ട് നിന്നു. അവർക്ക് സംഗതി അറിയാമായിരുന്നു. ഡോക്ടർ ആകാംക്ഷയോടെ ആയിരുന്നു. താഴെ ചെന്നാൽ അവിടെ നിധിയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ലെന്ന് ഞാൻ പറഞ്ഞത് ഡോക്ടർ വിശ്വസിച്ചില്ല. കാരണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് വ്യക്തമായി കാണാം. ഞാൻ പിന്നെയും താഴേക്ക് നോക്കി നിധി കണ്ടു.
സാധാരണ കാഴ്ചശക്തിയുള്ള ഒരാൾക്ക് ആ നിധി കിണറിൻ്റെ അടിത്തട്ടിലെ മണൽപ്പരപ്പിൽ ചുമ്മാതങ്ങനെ ഇരിക്കുന്നത് കാണാം. സ്വർണവാർപ്പിന് കാതുകളുണ്ട്, ചിത്രപ്പണികളുള്ള അടപ്പമുണ്ട്. അതിലെ മുട്ടും മുഴകളും ചിത്രങ്ങളുമെല്ലാം വ്യക്തമായി കാണാം. ഞാൻ കള്ളം പറയുകയാണെന്നായി ഡോക്ടർ. ഡോക്ടർക്കും കിണറ്റിലിറങ്ങണം. ഞാൻ വാച്ച് നോക്കി, ഞെട്ടിപ്പോയി. 2 മണി. ഡോക്ടറെ, വാച്ച് നോക്ക്, ഉച്ച കഴിഞ്ഞു. നമുക്ക് ഇരുട്ടുന്നതിന് മുൻപ് മുത്തൻപാറയുടെ തെക്കേ അറ്റത്തെത്തണം. കൊച്ചുണ്ണിത്താൻ കുടിയിരിക്കുന്ന ആലും കണ്ടെത്തണം. ഡോക്ടർക്ക് അപ്പോഴാണ് വെളിവ് വീണത്. അദ്ദേഹം തലയിൽ കൈവച്ചു. പിന്നെ ബാഗും മരപ്പാവയും എടുത്ത് മുന്നേ നടന്നു തുടങ്ങി. ഞാൻ കിണറ്റിലേക്ക് എത്തി നോക്കി നിധി ഒന്നുകൂടി കൺകുളിർക്കെ കണ്ടു. പിന്നെ ഡോക്ടർക്ക് പിന്നാലെ വെച്ചു പിടിച്ചു. എരുവിയനും പിള്ളേരും ഒപ്പമുണ്ട്. ഞാൻ ആ കിണറിൻ്റെ ചരിത്രം ചോദിച്ചു. അതൊന്നും എരുവിയൻ അറിഞ്ഞുകൂടാ. എരുവിയൻ ജനിക്കുമ്പോൾ ആ കിണറും നിധിയും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എരുവിയൻ്റെ ചായക്കുടിയിൽ എന്താണ് തിന്നാനുണ്ടാകുക എന്നാരാഞ്ഞപ്പോൾ ആൾ ഉന്മേഷഭരിതനായി. പിന്നെ ചായക്കുടിയിൽ എത്തുന്നത് വരെയുള്ള ദീർഘമായ നടത്തിയയിൽ എരുവിയൻ്റെ പാചക വിശേഷങ്ങൾ മുഴുവനും കേട്ടു. ചായക്കുടിയിലെത്തിയപ്പോൾ 3 മണി. ഊണ് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. കൊച്ചുണ്ണിത്താൻ്റെ ആലിനടുത്ത് ആഹാരം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം അത് കാട്ടിറമ്പിലാണ്, ജനവാസമുണ്ടാകില്ല. എരുവിയൻ ഞങ്ങൾക്ക് ഇലയിട്ടു. കുത്തരിച്ചോറ് വിളമ്പി. കാട്ടുകോഴിയുടെ 1-ാം തരം ഇറച്ചിക്കറി വിളമ്പി. പച്ച നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയും എന്തോ ഒരു തരം പുളി കൊണ്ടുള്ള അച്ചാറും വിളമ്പി. ഞങ്ങൾ വേഗം ഊണം കഴിച്ചു തീർത്ത് എരുവിയന് കൈ നിറയെ കാശും കൊടുത്ത് യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങൾ ആഞ്ഞു നടന്നു. ക്രമേണ വഴി കൂടുതൽ ദുർഘടമായി. ഞങ്ങൾ കാടിനെ സമീപിച്ചിരിക്കുന്നു. മുത്തൻപാറയുടെ തെക്കേ അറ്റമായെന്ന് ഊഹിച്ചു. അപ്പോഴേക്കും സന്ധ്യയായി. ഇരുട്ട് വീണു കഴിഞ്ഞു. അധികം വിഷമിക്കാതെ കൊച്ചുണ്ണിത്താൻ കുടിയിരിക്കുന്ന ആലും കണ്ടുപിടിച്ചു. ആലിന് തറയുണ്ട്. തറയിൽ കുങ്കുമം ചാർത്തിയ എണ്ണ പുരണ്ട ചില, ഒരു ഇരുമ്പ് വാൾ ചാരി വച്ചിരിക്കുന്നു. ഞങ്ങൾ കൊച്ചുണ്ണിത്താനെ തൊഴുതിട്ട് പരസ്പരം നോക്കി. ഇനി എന്താണ് ചെയ്യേണ്ടത്? കൊച്ചുണ്ണിത്താൻ്റെ ആലിന് മുന്നിൽ കറുകറുത്ത ഒരു കൽവിളക്കുണ്ട്. അല്പം എണ്ണയുമുണ്ട്. കെട്ടുപോയ തിരിയുമുണ്ട്. ഞാൻ തിരി നീട്ടി സിഗരറ്റ് ലൈറ്റർ കൊണ്ട് കത്തിച്ചു. പരിസരത്ത് അല്പം വെട്ടമായി. ഡോക്ടർ ബാഗും മരപ്പാവയും ആൽത്തറയിൽ വെച്ചു. ചാത്താടി പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മരപ്പാവ എപ്പോഴെങ്കിലും വഴി കാട്ടുമോ? ഉവ്വ്, നോക്കിയിരുന്നാൽ മതി. ഇതിൻ്റെ നെറ്റിയിലും കവിളത്തും ഓരോ പൊട്ടുകുത്തിയാൽ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം, ഞാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ചകലെ ഒരു ഈത്തുണി മരത്തിന് ചുവട്ടിൽ പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറും വന്നു. മടങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ ബാഗുകൾക്ക് കാവലായി ഒരാൾ ആൽത്തറയിലിരിക്കുന്നു. ചാത്താടി. അത്ഭുതമായി. ഞങ്ങളെ കണ്ട് ചാത്താടി വെളുക്കെ ചിരിച്ചു. എൻ്റെ മുഖത്ത് ചൂണ്ടി ചാത്താടി ഡോക്ടറോടെന്തോ ചോദിച്ചു. ഡോക്ടർ ചിരി തുടങ്ങി. എൻ്റെ നെറ്റിയിലും കവിളത്തും ഓരോ വലിയ പൊട്ടുകൾ. കൽവിളക്കിലെ എണ്ണക്കരി പറ്റിയതാവും. ഞാൻ ടവലെടുത്ത് തുടച്ചു കളഞ്ഞു. ഇതിലിത്ര ചിരിക്കാനൊന്നുമില്ല, ചാത്താടി സഗൗരവം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബാഗുകളുമെടുത്ത് കാടിന് നേരെ നടന്നു. ഞങ്ങൾ പിന്നാലെയും. ചാത്താടി ഒരു ചൂട്ട് വീശി കത്തിച്ചു. കാടിനുള്ളിലേക്ക് ഒരു കുഞ്ഞ് വഴിത്താര തെളിഞ്ഞു. അയ്യോ, ആ മരപ്പാവ എവിടെ? ഡോക്ടർ പെട്ടെന്ന് നിന്നു. അതിവിടെയുണ്ട്, നിങ്ങൾ പോന്നോളൂ, ചാത്താടി നടന്നുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ ചാത്താടിക്ക് പിന്നാലെ ശ്രദ്ധയോടെ നടന്നു. ഒരു കൊടുങ്കാട്ടിലൂടെ രാത്രി നടക്കേണ്ടി വരിക വളരെ ദുസ്സഹമാണ്. ഇരുട്ട്, തണുപ്പ്, രാക്ഷസന്മാരെ പോലെ കൂറ്റൻ മരങ്ങൾ, വിചിത്ര ശബ്ദങ്ങൾ, അസ്വസ്ഥമായ പൊന്തക്കാടുകൾ. നിർഭയനായി മുൻപേ നടന്ന ചാത്താടി ഇടയ്ക്ക് 2 വട്ടം തിരിഞ്ഞു നിന്നു. ഞങ്ങളുടെ പിന്നിലേക്ക് തീക്ഷ്ണ നയനങ്ങളോടെ നോക്കി. ഞങ്ങളും നോക്കി. ഒന്നും കണ്ടില്ല. കുറ്റാകുറ്റിരുട്ട് മാത്രം. അതോടെ ഏറ്റവും പിന്നിലായി നടന്ന എനിക്ക് ശരിക്കും പേടിയായി. ശരീരം ഇടയ്ക്കിടെ കുളിര് കോരി. രോമങ്ങൾ എഴുന്നേറ്റു. ധൈര്യം മുഴുവൻ ചോർന്നു പോയ വിവരം ഡോക്ടറോടോ ചാത്താടിയോടോ പറയാൻ അഭിമാനം അനുവദിച്ചില്ല. എന്നാൽ 2 മിനിറ്റുകൾ കഴിയുന്നതിന് മുൻപേ എൻ്റെ പിന്നിലെ കാട് ആസകലം ഇളകി മറിഞ്ഞു. എൻ്റെ അഭിമാനവും നിയന്ത്രണവും വിട്ട് നിലവിളി പുറത്തു ചാടി. ഡോക്ടറും ഞെട്ടിയലറി. ചാത്താടി പന്തമുയർത്തി തിരിഞ്ഞപ്പോൾ കാട് ഉഗ്രമായി ഇളകുന്നു. മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ ഞരക്കവും മുരൾച്ചയും കേട്ടു.
അല്പസമയത്തിനകം എല്ലാം നിലച്ചു. ചാത്താടി പന്തവുമായി അവിടേക്ക് ചെന്നു. കാട് തിരഞ്ഞു നോക്കി. കറുത്ത തുണിയിൽ ആസകലം പൊതിഞ്ഞ ഒരു രൂപം പൊന്തക്കാട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. അനക്കമില്ല. എരുവേൻ്റെ കുടിയിൽ കണ്ടയാൾ ഡോക്ടറും ഞാനും ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞു. കൊച്ചുണ്ണിത്താൻ കൈകാര്യം ചെയ്തതാണ്. നിങ്ങൾ വിളക്ക് കത്തിച്ചതിൻ്റെ സ്നേഹമാണ് കേട്ടോ. ചില ദൈവങ്ങൾ നന്നായി സ്നേഹിക്കും. ഇവൻ ആരാണെന്നറിയാമോ? ചാത്താടി ചോദിച്ചു. ഞാൻ കറുത്ത പുതപ്പ് നീക്കി ഒരു ഭീകര മുഖം കണ്ടു. ഒറ്റക്കണ്ണൻ ഉത്ത. നിങ്ങളുടെ ശത്രുവിൻ്റെ സഹായിയാണ്. നിങ്ങളുടെ നീക്കം ശത്രു അറിഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ സൂക്ഷിക്കണം. ഉത്തയുടെ കഴുത്തിൽ ഒരു പുലിനഖ മാല കണ്ടു. ചാത്താടി പറഞ്ഞു അത് പൊട്ടിച്ചെടുക്കാൻ. ജപിച്ചു കെട്ടിയതാണത്രേ. അതുകൊണ്ട് എനിക്ക് തൊടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ കൊച്ചുണ്ണിത്താൻ്റെ അടി കൊണ്ടാൽ ഉത്ത ചോര തുപ്പിച്ചത്തേനെ. ചാത്താടി പറഞ്ഞു. ഞാൻ ഉത്തയുടെ പുലിനഖമാല പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇയാൾ ചത്തില്ലേ? ഡോക്ടർ ആശങ്കയോടെ ചോദിച്ചു. ചത്തിട്ടില്ല, ഇനി ചത്തോളും. അതും പറഞ്ഞ് ചാത്താടി നടന്നു. പിന്നാലെ ഞങ്ങളും. ഏറ്റവും പിന്നിൽ നടക്കുന്ന ഞാൻ പുലിനഖമാല പിന്നിൽ തൂക്കിപ്പിടിച്ച് ഒരു രക്ഷയ്ക്ക്. കുറേ അധികം നടന്നു. വന്യമൃഗങ്ങളുടെ ഒച്ചകൾ അടുത്തും അകലെയും കേൾക്കുന്നുണ്ട്. തീവട്ടമുള്ളത് കൊണ്ടോ എന്തോ ഒന്നും അടുത്തു വന്ന് കണ്ടില്ല. മണി 12 കഴിഞ്ഞു. കാല് കഴിച്ചു. വിശപ്പും ക്ഷീണവും പിടികൂടി. ചാത്താടി ഒരു വലിയ വൃക്ഷച്ചുവട്ടിൽ യാത്ര അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും വേണ്ടേ? ചാത്താടി ഞങ്ങളെ അടുത്ത് വിളിച്ച് കാതിൽ മന്ത്രിച്ചു. മരത്തിന് മുകളിൽ ഒരു ഏറുമാടമുണ്ട്. അവിടെ ഒരു സ്ത്രീയാണ് വസിക്കുന്നത്. ഭക്ഷണവും അഭയവും തരും. പക്ഷേ ഒരു വാക്ക് തരണം. എന്താണ് വാക്ക് തരേണ്ടത്? ആ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറരുത്. ചാത്താടി കുശുകുശുത്തു. ഞങ്ങൾ ദേഷ്യപ്പെട്ടു. ചാത്താടി, നിങ്ങൾ എന്ത് കരുതി ഞങ്ങളെപ്പറ്റി? സ്ത്രീകളെ ഒത്തിരി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ശരി ശരി, ഒച്ച വെക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ എനിക്ക് പോലും തിരുത്താനാകില്ല. ചാത്താടി മുകളിലേക്ക് നോക്കി വിളിച്ചു. ഓയ് മുത്തി. മുത്തിയാണോ? മുത്തികൾ കിളവികളല്ലേ? ഞാൻ മനസ്സിൽ ചിരിച്ചു. വൃക്ഷത്തിൻ്റെ ഉയരത്തിൽ ഏറുമാടത്തിൽ വിളക്കുകൾ തെളിഞ്ഞു. ജാലകം വഴി നേർത്ത പ്രകാശം കണ്ടു. ആരാണാവോ? മുകളിൽ നിന്നും നനുനനുത്ത ഒരു സ്ത്രീ സ്വരം. ചാത്താടി വിനീതനായി വിളിച്ചു പറഞ്ഞു. ചാത്താടിയാണേ. മുതലി പറഞ്ഞയച്ച 2 ആളുകളുണ്ട്. തിന്നാനും കുടിക്കാനും തരാമ്യോ? അത്യാവശ്യക്കാരാണ്. കയറി വന്നോളൂ. നനുനനുത്ത മറുപടി. ഞങ്ങൾ പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറിച്ചെന്നു. ഏറുമാടത്തിന് ഒരു സാധാരണ കുടിലിൻ്റെ വലിപ്പമുണ്ടായിരുന്നു. ഈറ്റയും മുളയും കൊണ്ട് നിർമ്മിച്ച് പനയോല മേഞ്ഞ നല്ല ഉറപ്പുള്ള കുടിൽ. തറത്തട്ട് ഈറ്റ അടുപ്പിച്ച് വരിഞ്ഞുകെട്ടി പനമ്പ് വിരിച്ചതാണ്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു സ്ത്രീ പുഞ്ചിരി പൊഴിച്ച് നിൽക്കുന്നു. മുണ്ടും റൗക്കയും ധരിച്ച ഒരു സ്ത്രീ. ദൈവമേ, ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു ശില്പഭംഗി! അവർ ഒരു ഗോത്രവർഗക്കാരിയാണോ അതോ അന്തർജനമാണോ എന്ന് നിശ്ചയമില്ല. ഒരു അന്തർജനം പാതിരാത്രിക്ക് നിബിഡവനത്തിലെ ഏറുമാടത്തിൽ ഒറ്റയ്ക്ക് വസിക്കില്ല, തീർച്ച. അവർ ചിരിച്ചപ്പോൾ വനത്തിൽ നിലാവ് പരന്ന പോലെ. തീക്ഷ്ണവും വശ്യവുമായ ഒരു ഗന്ധം. എന്തോ വലിയ ഒരാകർഷണം. ഡോക്ടറും ഞാനും വടി വിഴുങ്ങിയ പോലെ നിന്നു. ചാത്താടി പിന്നിൽ നിന്ന് മുരടനക്കി. ഇരുന്നാട്ടെ, സ്ത്രീ പറഞ്ഞു. ഏറുമാടത്തിൽ ഒരു കുഞ്ഞടുക്കളയുണ്ടായിരുന്നു. അവർ അടുക്കളയിൽ നിന്ന് 2 മൺചട്ടികളിൽ പൊങ്കൽ പോലിരിക്കുന്ന ഒരു വിഭവം കൊണ്ടുവന്നു. ഞങ്ങൾക്ക് മൺകുടത്തിൽ വെള്ളവും തന്നു. ഞങ്ങൾ ജാലകത്തിനരികിൽ വന്ന് കൈയും മുഖവും കഴുകി വന്ന് പൊങ്കൽ കഴിച്ചു. സ്ത്രീ പുറത്തു കടന്ന് വാതിലടച്ചു. ചാത്താടി ഞങ്ങൾക്കരികിലിരുന്നു. അയാൾ ഭക്ഷണം കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ വയറു നിറയെ കോഴിയിറച്ചിയും കള്ളും കഴിച്ചു എന്ന് പറഞ്ഞു. ഭാഗ്യവാൻ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചാത്താടി പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി. കൈ കഴുകിയിട്ട് ഞങ്ങളോട് അവിടെ കിടന്നുകൊള്ളാൻ പറഞ്ഞു. ഏറുമാടത്തിന് ഒരു മുറിയേയുള്ളൂ, അടുക്കള കൂടാതെ. അപ്പോൾ ആ സ്ത്രീ എവിടെ കിടക്കും? ഞാൻ ചോദിച്ചു. അത് നിങ്ങൾ തിരക്കണ്ട, അവർ എവിടെയെങ്കിലും കിടന്നുകൊള്ളും, ചാത്താടി പറഞ്ഞു. ഞങ്ങൾ കിടന്നു. ചാത്താടി വിളക്കണച്ചു. പാലപ്പൂവിൻ്റെയോ പിച്ചിപ്പൂവിൻ്റെയോ വശ്യഗന്ധം. ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു പ്രത്യേക അന്തരീക്ഷം. ഞങ്ങൾ മയങ്ങി. ഇടയ്ക്കൊരു സമയത്ത് ഞാൻ ഉണർന്നു. ഡോക്ടർ നല്ല ഉറക്കമാണ്. കുടിലിനകത്ത് ചാത്താടിയെ കണ്ടില്ല. എൻ്റെ ചിന്ത മറുവശത്തേക്ക് പാളി.
അമ്പട കള്ള, ഏറുമാടത്തിലെ പതിവുകാരനാണ് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ പുറത്തേക്ക് നോക്കി. ജാലകത്തിന് വെളിയിൽ നിലാവാണ്. നല്ല പാൽപ്പൊള്ളത്തെ നിലാവ്. പൂവിൻ്റെ ഗന്ധം കൂടുതൽ രൂക്ഷമായിട്ട് വീശുന്നുണ്ട്. ദൈവമേ, അപ്പോഴാണ് ഞാൻ അത് കാണുന്നത്. തൊട്ടടുത്ത വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ആ സ്ത്രീ ഇരിക്കുന്നു, കാലുകളാട്ടി സ്വപ്നം കണ്ടുകൊണ്ട്. ദേഹത്ത് വസ്ത്രങ്ങളൊന്നുമില്ല. കഴുത്തിൽ വെളുത്ത പൂക്കളുടെ ഒരു മാല മാത്രം. പൂർണ്ണമായ സ്ത്രീ സൗന്ദര്യം. എൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. അപ്പോൾ ആരോ പിന്നിൽ നിന്നെന്നെ തൊട്ട് വിളിച്ചു. ചാത്താടി. അയാൾ എന്നെ പിന്നിലേക്ക് വലിച്ച് താഴേക്കിരുത്തി. ഞാൻ എന്താ പറഞ്ഞത്? ചാത്താടി ശബ്ദമടക്കി ദേഷ്യപ്പെട്ടു. അത് ഞാൻ പുറത്തേക്ക് കൈ ചൂണ്ടി വിക്കി. നിങ്ങൾ വാക്ക് തെറ്റിച്ചു. ചാത്താടി മുറുമുറുത്തു. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതാ സ്ത്രീ. എനിക്ക് ഉമിനീർ വറ്റി. ചാത്താടി എൻ്റെ വായ് പൊത്തി. അവരുടെ സ്വകാര്യതയിൽ നിങ്ങൾ എത്തി നോക്കി. അതാരാണെന്നറിയാമോ? ചാത്താടി എന്നെ തുറച്ചു നോക്കി പറഞ്ഞു. വടയക്ഷിണി. ഞാൻ ഞെട്ടിപ്പോയി. നിശ്ചലമായ ഒരു മരവിപ്പ്. നിമിഷങ്ങൾക്കകം ഉടൽ വിയർത്തു കുളിച്ചു. ഈ കൊടുങ്കാട്ടിൽ വേറെ ആര് അതിഥികളെ സൽക്കരിക്കും? നിങ്ങളുടെ തെമ്മാടിത്തരം അവർ അറിയാത്തത് നന്ന്. മരപ്പാവയെ പൊട്ടുകുത്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അനുഭവം. ചാത്താടി കാതിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങാനായി അറിയാതെ തറയിലേക്ക് ചാഞ്ഞു. ഉറക്കം വരില്ല. എങ്ങനെ ഉറങ്ങാൻ? ഉറക്കം വരാനുള്ള വല്ല മന്ത്രവും ചാത്താടിക്ക് അറിയാമോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കൈയും കാലും അനക്കാതെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ സ്ഥലം വിടണം. എന്നെ കാക്കണ്ട. വടയക്ഷിണിയോട് യാത്ര പറയാനും നിൽക്കേണ്ട. അടുത്ത അടയാളം മുതിരച്ചാൽ വെള്ളച്ചാട്ടമാണ്. അതിന് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ വലത്ത് കൈപ്പാട്ട് വഴിച്ചാൽ നോക്കി പോയാൽ മതി. വെള്ളച്ചാട്ടത്തിൽ ചെന്ന് മരുന്താറക്കാളിയെ വിളിക്കുക. ബാക്കി കാളി പറയും. കാളിയെ വിളിക്കാൻ ഒരു ചെമ്പോല തന്നു ചാത്താടി. അത് കഴിഞ്ഞ് ഇരുട്ടിലേക്ക് പിൻവലിയുന്നത് കണ്ടു. പിന്നെ ആ മുറിയിലെങ്ങും ചാത്താടിയെ കണ്ടില്ല. ചാത്താടി മനുഷ്യനാണോ അതോ വല്ല മൂർത്തിയുമാണോ? അധികം ആലോചിക്കുന്നതിന് മുൻപേ ആരോ പുതപ്പിട്ട് മൂടിയതുപോലെ ഞാൻ ഉറങ്ങിപ്പോയി. ഗൈസ്, നരഭോജികളുടെ താഴ്വരയിലേക്ക് ഒരു സാഹസിക യാത്ര എന്ന നോവലിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി നോക്കേണ്ടതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.